STM കൂത്തുപറമ്പ് റേഞ്ച് ഖാദിമുൽ ഇസ്ലാം സുന്നി മദ്രസയിൽ നടത്തുന്ന SBS മദ്രസ കലോത്സവത്തിൽ നിങ്ങൾക്ക് മുന്നിൽ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നതിൽ നാഥനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ഒരു വസ്തു നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ ശരീരത്തിന് ചില രാസപരിണാമങ്ങൾ സൃഷ്ടിച്ച് തലച്ചോറിന് ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കി അതിനാൽ തന്നെ നമുക്കതിനോട് കൂടുതൽ അടിമത്തം ഉണ്ടാക്കാൻ പ്രാപ്തമായ ഏതൊരു വസ്തുവേയും നാം ലഹരി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഒന്ന് ശ്വസിച്ചാൽ പോലും അടിമപ്പെട്ടു പോകുന്ന ലഹരികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മൂത്ത സ്വന്തം മകന് പണം കൊടുക്കാത്തതിന്റെ പേരിലോ അതല്ല പായ വിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിലോ എത്ര മാതാപിതാക്കളാണ് പീഡനങ്ങൾക്ക് ഇരയാവുന്നത്. ലഹരി മൂത്ത സ്വന്തം മകന് പണം കൊടുക്കാത്തതിന്റെ പേരിൽ നൊന്നുപെറ്റ മാതാവിന്റെ അടിവേർ ചവിട്ടിയിറക്കുന്ന മക്കൾ. ഏത് ചുണ്ടുകൊണ്ടാണോ പൊന്നു മോന് ചുംബനം കൊടുത്തത് ആ ചുണ്ടുകൾക്കെതിരെ കത്തി വാങ്ങുന്ന മക്കളുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനുള്ള ഒരു കാരണം? ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. മദ്യം എന്ന് പറയുന്നത് അത് സർവ്വ തിന്മകളുടെയും മാതാവാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള മുഴുവൻ ലഹരി സംഘങ്ങളിലും ഒരംഗം മാത്രമാണ് മദ്യം. ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം എന്നുള്ളത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതും അത് വിൽപ്പന നടത്തുന്നതും ക്യാമ്പസുകളിലാണ് എന്നതാണ് പുതിയ കണക്കെടുപ്പുകൾ നമ്മോട് വിളിച്ചു പറയുന്നത്. സുഹൃത്തുക്കളെ, എങ്ങോട്ടേക്കാണ് നമ്മുടെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്? കേവലം വിദ്യാഭ്യാസവും സംസ്കാരവും നിറഞ്ഞു തുളുമ്പേണ്ട ഒരു കാലഘട്ടത്തിന്റെ ദിശ നിർണയിക്കേണ്ടതായ ക്യാമ്പസുകളിൽ നിന്നാണ് ഇത്തരം വാർത്തകൾ വരുന്നത് എന്നത് പരിതാപകരമാണ്. ലഹരി ഉപയോഗിക്കുന്നതിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാം പറയുന്നു, കുല്ല മുസ്കിരിൻ ഹറാമുൻ. മസ്താക്കപ്പെടുന്നത് എല്ലാം